IPLന്റെ 18ാം സീസണിലെ ആദ്യ സീസണിന് മുന്നോടിയായി പരിശീലന മത്സരങ്ങളുടെ തിരക്കിലാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ടീം. രണ്ട് ഗ്രൂപ്പുകളായി തിരഞ്ഞെടുത്തുള്ള മത്സരത്തിൽ ടീമിലെ പല മുൻനിര താരങ്ങളും കസറിയതെന്നാണ് റോയൽസിന് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്നത്. നായകൻ സഞ്ജു സാംസണും പരിശീലന മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി ശ്രദ്ധേയമായ ബാറ്റിംഗ് കാഴ്ചവെച്ചതെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കൈവിരലിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം വിശ്രമത്തിലായിരുന്ന സഞ്ജു തിങ്കളാഴ്ചയാണ് റോയൽസ് ടീമിനൊപ്പം ചേർന്നിരിക്കുന്നത്. LCAയിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് അദ്ദേഹത്തിന് ടീമിനൊപ്പം ചേരാൻ സാധിച്ചത്. അതിന് പിന്നാലെയാണ് റോയൽസിന് വേണ്ടി സഞ്ജു പരിശീലന മത്സരത്തിന് കളിക്കളത്തിലിറങ്ങിയത്. ഈ മത്സരത്തിലും സഞ്ജു സാംസൺ ജയ്സ്വാൾ കൂട്ടുകെട്ട് ക്ലിക്കാകും എന്നുള്ളത് തീർച്ചയാണ്. സഞ്ജു സാംസൺ SSC ജയ്സ്വാൾ ജോഡിയായിരിക്കും ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പൺ ചെയ്യുക എന്നത് നേരത്തെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ടീം വിട്ട ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലർക്ക് പകരമാണ് സഞ്ജു ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്തത്. സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി T20 ഓപ്പണറായി ഇറങ്ങിയ ശേഷം നടത്തിയ തകർപ്പൻ പ്രകടനവും റോയൽസിൽ ഈ റോൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മോചിതനായി മടങ്ങിയെത്തിയതിനു ശേഷമുള്ള മത്സരമായതിനാൽ തന്നെ പരിശീലന മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിക്കുമോ എന്നതിലായിരുന്നു ഏറ്റവും പ്രധാനമുള്ള ഒരു സംശയമായി നിലനിന്നത്. എന്നാൽ ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയ അദ്ദേഹം മികച്ച ഫോമിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. വളരെ ഒഴുക്കോടെ ഷോട്ടുകൾ കളിക്കാനും താരത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശീലന മത്സരത്തിൽ 170+ റൺസ് ചേസ് ചെയ്യാനാണ് സഞ്ജുവും ജയ്സ്വാളും ടീമിനായി ഓപ്പണിംഗിന് ഇറങ്ങിയത്. ഈ ഇടം കൈ വലം കൈ കോമ്പിനേഷൻ വളരെ അഗ്രസീവായിട്ടാണ് തുടക്കം മുതൽ ബാറ്റ് ചെയ്തത്. പുതുതായി റോയൽസിനൊപ്പം ചേർന്ന സൗത്ത് ആഫ്രിക്കയുടെ യുവ ഫാസ്റ്റ് ബോളർ കെയ്ന മഫായ്ക്കെതിരെ കിടിലിനൊരു സിക്സറും സഞ്ജു ഈ കളിയിൽ പായിക്കുകയും ചെയ്തു. മിഡ് വിക്കറ്റിന് മുകളിലൂടെ മിന്നൽ വേഗത്തിലാണ് ഈ ബോൾ സിക്സറിലേക്ക് ചീറിപ്പാഞ്ഞത്. കൂടാതെ തന്റെ ട്രേഡ് മാർക്കായുള്ള ഓഫ് ഡ്രൈവുകളും സ്ക്വയർ കട്ടുകളുമെല്ലാം ഈ മത്സരത്തിൽ സഞ്ജു കളിക്കുകയും ചെയ്തു. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന മത്സരത്തിൽ സഞ്ജു സാംസണും SSC ജയ്സ്വാളുമെല്ലാം തിളങ്ങിയെങ്കിലും ഏറ്റവും മികച്ചു നിന്നത് മറ്റൊരാളാണ്. യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലായിരുന്നു ഈ കളിയിൽ റോയൽസിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നത്. അത്ര മികച്ച ഫോമിലാണ് അദ്ദേഹം കാണപ്പെട്ടത്. 13കാരനായ പുതിയ ബാറ്റിംഗ് സെൻസേഷണൽ വൈഭവ് സൂര്യവംശിയും കളിയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ചില വമ്പൻ ഷോട്ടുകൾ കളിച്ച താരം വളരെ അഗ്രസീവായിട്ടാണ് ബാറ്റിങ്ങിന് പുറത്തെടുത്തിരിക്കുന്നത്. ബൗളിംഗിലേക്ക് വന്നാൽ റിയാൻ പരാഗും നിതീഷ് റാണയുമെല്ലാം തങ്ങളുടെ 4 ഓവർ ക്വാട്ട പൂർത്തിയാക്കിയപ്പോൾ ഒരു വിദേശ ബോളർ പോലും കളിയിൽ പന്തെറിഞ്ഞില്ല. അതേസമയം റോയൽസിന്റെ IPLനെ ആദ്യ പോരാട്ടം വരാനിരിക്കുന്ന ഞായറാഴ്ച കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ്. വൈകിട്ട് 3:30 മുതൽ ഹൈദരാബാദിലാണ് ഈ മത്സരം നടക്കാനിരിക്കുന്നത്.